സുകുമാരക്കുറുപ്പ് മരിച്ചോ ജീവിച്ചോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക, എങ്ങനെ അന്വേഷിക്കും? BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി ഈയിടെ വലിയ ചർച്ചയായി. ഒരു 2-3 മാസം മുമ്പ് വലിയ ചർച്ചയായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ മരണം. നമ്മുടെ നാട്ടിൽ കുറേ നിയമങ്ങളുണ്ട്. അതായത് ഒരാൾ മരിച്ചു എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ അയാളുടെ ശവശരീരമോ ഇനി അല്ലെങ്കിൽ അയാൾ കാലങ്ങൾക്ക് മുൻപാണ് മരിച്ചതെങ്കിൽ അയാളുടെ DNA ഒരു ഘടകമോ ഒക്കെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. ഇതിനകത്ത് ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ചില നിഗമനങ്ങൾ ഉണ്ട്. കാരണം പലതും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അസാധ്യം എന്ന് തോന്നും. ഇപ്പോൾ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് എങ്ങനെ സ്ഥിരീകരിക്കും? അയാളുടെ പ്രായം കണക്കാക്കിയോ അയാൾക്ക് മറ്റ് രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കിയോ ഒന്നും ഒരാൾ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതുവരെ കാണാതായി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ക്രിമിനലുകളാണെങ്കിൽ പിടികിട്ടാപ്പുള്ളികളാണ് എന്ന് പറയാം എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായി ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ അല്പം പ്രയാസം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ഇദ്ദേഹം മരിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതെങ്ങനെ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഇത്രയും യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ഒരാളെ അന്വേഷിച്ചിങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പിറകെ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല, പ്രവണതയല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അതങ്ങനെയാണ്, എല്ലാവരുടെയും സമയം പോകുന്നു, അല്ലെങ്കിൽ കുറേ പണം ചിലവാകുന്നു. ഖജനാവിൽ നിന്ന് സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ കുറേ പണം ചിലവാകുന്നു എന്നുള്ളതല്ലാതെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? സുകുമാരക്കുറുപ്പ് എവിടെയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കേരള പോലീസ് ഉത്തരം നൽകും എന്നാണ് സൂചന. കുറുപ്പ് മരിച്ചു എന്ന നിഗമനത്തിലേക്കാണ് കേസ് പുതുതായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഏതാനും വിവരങ്ങൾ കൂടി പരിശോധിച്ച് അന്തിമ റിപ്പോർട്ട് നൽകി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ആലോചന. ഹൃദ്രോഗം കാരണം കുറുപ്പ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതായിട്ടാണ് വിവരം. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അന്വേഷണ സംഘം നൽകും എന്നും റിപ്പോർട്ടുണ്ട്. തീരുമാനമാകാത്ത കേസുകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് 3 മാസം മുൻപാണ് കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. കൊലയ്ക്ക് ശേഷം മുങ്ങിയ കുറുപ്പിനെ കണ്ട ഏക മലയാളിയും ജാർഖണ്ഡിൽ നഴ്സുമായിരുന്ന ആലപ്പുഴക്കാരി രത്നമ്മ എന്ന സ്ത്രീയുടെ മൊഴി അതിൻ്റെ ഭാഗമായി എടുത്തതാണ് കുറുപ്പ് മരിച്ചു എന്ന സൂചനകളിലേക്ക് എത്തിയത്. രത്നമ്മ ജോലി ചെയ്ത ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് ICUലൊക്കെ ആയിരുന്നു ഈ കുറുപ്പ് കഴിഞ്ഞിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു വേള അയാൾ മരിച്ചു കാണുമായിരിക്കും. പ്രായത്തിൻ്റെതും കണക്കാക്കി അയാളുടെ രോഗാവസ്ഥ കണക്കാക്കി മരിച്ചു കാണുമായിരിക്കും. പക്ഷേ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു ശാസ്ത്രീയ നിഗമനത്തിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിന് ഇതുവരെ കഴിഞ്ഞില്ല എന്നതൊരു വാസ്തവമാണ്. അതിനിടയ്ക്ക് കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടാകും, അല്ലെങ്കിൽ കുറുപ്പ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു, കുറുപ്പ് ദുബായിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നൊക്കെയുള്ള ചില യാതൊരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ചില വാർത്തകളും ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്, ചില വീഡിയോകളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും മരിച്ചു എന്ന് കണക്കാക്കി റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ ഇനി ജീവനോടെ വരികയാണെങ്കിൽ അന്നേരം കാര്യം നോക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലാണ് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച്. അല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുക്കണം. ഇപ്പം അയാളുടെ ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ മരുമക്കളോ എൻ്റെ ഇന്നയാൾ മരിച്ചിട്ടില്ല എന്ന് പരാതി കൊടുക്കണം. അപ്പോൾ പിന്നെ എവിടെയാണ് എന്ന ചോദ്യമുണ്ടാകും. അത് വീണ്ടും സങ്കീർണതകളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച്.